نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപസ്ഥമായ മരണത്തെയും അടുത്ത വാസസ്ഥലമായ ഖബറിനെയും പൂർവോപരി അള്ളാഹുവിന്റെ മുമ്പിലെ ശക്തമായ ചോദ്യത്തെയും ഒക്കെ ഓർത്തും ചിന്തിച്ചും പരിഗണിച്ചും അള്ളാഹുവിൽ തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മെ സ്വർഗത്തിലെത്തിക്കുവാനും സ്വർഗ വഴിയിൽ നമുക്ക് വെളിച്ചം കാണിക്കുവാനും ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആദ്യം തന്നെ ഖുർആൻ നിലവിലെ സൂറത്ത് ബഖറ മറിച്ചു നോക്കുമ്പോൾ എന്തിനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്നിടത്ത് അല്ലാഹു വിശദീകരിച്ചത് ഹുദൻ ലിൽ മുത്തഖീൻ എന്നാണ്. ആ മുത്തഖീങ്ങളുടെ അടയാളം വിശദീകരിച്ചതിന് ശേഷം അവിശ്വാസികളുടെ അടയാളം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം കപടവിശ്വാസിയുടെ സ്വഭാവമാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. വിശ്വാസി, അവിശ്വാസി, കപടവിശ്വാസി. സ്വർഗം കിട്ടാൻ ആവശ്യമായ സ്വർഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗത്തിന് അർഹരാക്കുന്ന സ്വഭാവ ഗുണപ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിക്കുമ്പോൾ തന്നെ തൊട്ടു ശേഷം നരകവും നരകത്തിന് അർഹരാക്കുന്ന സ്വഭാവ പ്രവർത്തന സവിശേഷതകളും വിശദീകരിക്കുക ഖുർആന്റെ സ്വഭാവമാണ്. ശിക്ഷയെപ്പറ്റി പറയുമ്പോൾ തന്നെ പ്രതിഫലത്തെ പറ്റിയും പറയും. രക്ഷയെപ്പറ്റി പറയുമ്പോൾ തന്നെ ശിക്ഷയെപ്പറ്റി പറയും. എന്തിനാണത്?
നമ്മിൽ ഇത് ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളെ പറ്റി കൂടെ അയാൾ ബോധവാനാകേണ്ടതുണ്ട്. ഒരു കച്ചവടം തുടങ്ങുന്നത് ലാഭം കിട്ടുവാനാണ്. നഷ്ടം വരാവുന്ന മാർഗങ്ങളെയും അവൻ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്വർഗത്തിലെത്താൻ പരിശ്രമിക്കേണ്ട ഒരു വിശ്വാസി ആ വഴിയിൽ നിന്ന് തന്നെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുകൂടെ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് തഖ്വ? എന്താ തഖ്വയെ പറ്റി പറയാൻ കാരണം? ഇന്നലിൽ മുത്തഖീന മഫാസ, അന്തിമ വിജയം അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിച്ചവർക്കാണ്. അതിനാണ് ഖുർആൻ ഇറങ്ങിയത്. എങ്കിൽ എന്താണ് തഖ്വ എന്ന ചോദ്യത്തിന് ഒരു സാധാരണക്കാരനായ സ്വഹാബി പ്രഗത്ഭനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഉത്തരമുണ്ട്. ഉമർ, നമ്മൾ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഇടവഴിയിൽ കുപ്പിച്ചില്ലുകളും മുള്ളും ചെളിയും കുഴിയും ഒക്കെ ഉണ്ട്. മാത്രമല്ല, ആ ഇടവഴിയുടെ രണ്ട് ഭാഗത്ത് നിന്ന് ഇടവഴിയിലേക്ക് നമ്മുടെ ശരീരത്തിൽ കോർക്കുന്ന വിധം മുൾച്ചെടികൾ താഴ്ന്നു കിടക്കുന്നുമുണ്ട്. രണ്ട് സൈഡിലും മുൾച്ചെടികളുണ്ട്. ഓരോ സ്റ്റെപ്പിലും കാലിൽ തുളച്ചു കയറാവുന്ന കുപ്പിച്ചില്ലുകളും മുള്ളും അപകട വസ്തുക്കളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇടവഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നടന്നു പോവുക? അതാണ് തഖ്വ. ആ ഇടവഴിയിലെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് കിട്ടാനുള്ള നേട്ടത്തെക്കാൾ ഉപരി നമ്മൾ ചവിട്ടിപ്പോകുന്ന അപകടത്തെ പറ്റി ഓർക്കണം എന്നാണ് ആ വിശദീകരണത്തിന്റെ താല്പര്യം. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ആഗിരണം ചെയ്യുന്നതോടൊപ്പം സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന ദുസ്വഭാവങ്ങളെ പറ്റി കൂടെ ബോധവാനാവണം എന്നാണ് ആ വിശദീകരണത്തിന്റെ അർത്ഥം. അതാണ് ഖുർആൻ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അമ്പെ പരാജയപ്പെട്ടവർ. ഖുർആൻ അതിനുപയോഗിച്ച പദം ഖാസിർ എന്നാണ്. പരാജയപ്പെട്ടവർ, നഷ്ടവാളികൾ ആരാണ്? 4 വിഭാഗം ആളുകളാണ്. ആ 4 വിഭാഗത്തിന് 4 ഗുണങ്ങളുണ്ട്. ആ 4 ഗുണങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നമ്മൾ തീരാ നഷ്ടക്കാരായിരിക്കും. അതുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുവാൻ, അതിനെ സംബന്ധിച്ചൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഖുർആൻ ആവശ്യപ്പെട്ടു, വലാ തകൂനു മിനൽ മുഖ്സിരീൻ, നിങ്ങൾ തീരാ നഷ്ടക്കാരായി മാറാൻ പാടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് മനുഷ്യകുലത്തെ അള്ളാഹു പഠിപ്പിച്ച ആദ്യത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അവസാനിക്കുന്നത് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ എന്താ പറ്റാൻ പോണത്? നീ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ തീരോ നഷ്ടക്കാരിൽ ഞാനും എൻ്റെ ഇണയും പെട്ടുപോകും, പെടാൻ പാടില്ല. രണ്ടാമത്തെ പ്രാർത്ഥന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ അവസാനം? വഇല്ല തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, എനിക്ക് നീ മാപ്പ് നൽകുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ തീരാ നഷ്ടക്കാരനായി പോവും. അത് പാടില്ല. മറിച്ച് നിന്റെ അടുക്കൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടണം. അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. നിന്റെ കാരുണ്യം കൊണ്ട് റബ്ബേ സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയിൽ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത്, ആ ആവശ്യം നമ്മൾക്ക് ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പ്രവർത്തിക്കുന്നതോടൊപ്പം ആ ലാഭം നഷ്ടമാക്കി മാറ്റുന്ന എന്തെങ്കിലും നമ്മിലുണ്ടോ എന്ന് നിരന്തരം നമ്മൾ പരിശോധിക്കുകയും വേണം. അതുകൊണ്ടാണ് ഖുർആൻ തീരാ നഷ്ടക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള 4 വിഭാഗത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സൂറത്തുൽ കഹ്ഫിലെ 102-ാമത്തെ ആയത്ത്. വെള്ളിയാഴ്ച നമ്മൾ ഓതൽ സുന്നത്തുള്ള, ശ്രേഷ്ഠമായ സുന്നത്തുള്ള, ഒരാഴ്ച അവൻ അള്ളാഹുവിന്റെ ഒരു പ്രകാശത്തിലായിരിക്കുമെന്ന് പറയുമാറ് ശ്രേഷ്ഠതയുള്ള സൂറത്തുൽ കഹ്ഫിന്റെ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, കുൽ നബിയെ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? സ്വഹാബികൾക്ക്. സ്വഹാബികൾക്ക് ഇനി എന്ത് പറഞ്ഞു കൊടുക്കാനാ? റളിയല്ലാഹു അൻഹും വറദു അൻ എന്ന് അള്ളാഹ് പറഞ്ഞ ആളുകളല്ലേ? ആണ്. പക്ഷേ അതിൽ നിന്ന് അകറ്റിക്കളയുന്ന സ്വഭാവ ഗുണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് പോലും പറഞ്ഞു കൊടുക്കണം. എങ്കിൽ നമ്മൾക്കോ? ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അഖ്സർ എന്ന് പറഞ്ഞാൽ ഖാസിർ എന്നതിന്റെ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്. ഓമ്പെ പരാജയപ്പെട്ടവന്ന. ഖാസിർ എന്ന് പറഞ്ഞത് പരാജയപ്പെട്ടവന്ന. അഖ്സർ എന്ന് പറഞ്ഞാൽ ഇനി ഇതിനപ്പുറം ഒരു പരാജയമില്ല. അങ്ങനെ എങ്ങനെ? അഅമാല, അമൽ ചെയ്തിട്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടും അധ്വാനിച്ചിട്ടും പരാജയപ്പെട്ടു പോയ വിഭാഗത്തെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു കൊടുക്ക്. ഹൽ നുനബ്ബിഉകും, സഹാബികളെ, സമൂഹമേ, മുസ്ലിം ഉമ്മത്തെ, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആരെപ്പറ്റി? ബിൽ അഖ്സരീന, അമ്പെ പരാജയപ്പെട്ടവരെ പറ്റി. അമൽ ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല. അഅമാല, അമൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ അവർ ചെയ്ത സകലമാന സൽക്കർമ്മങ്ങളും പാഴായിപ്പോയി. ചെയ്യാത്ത പ്രശ്നമല്ല. എന്നാൽ വയഹ്സബൂന, അവർ വിചാരിച്ചതെന്താ? അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങളൊക്കെ പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടും, ഞാൻ അതിന് അർഹനാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്താലേ രക്ഷപ്പെടൂ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് എന്ന സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? അവർ ചെയ്യുന്ന ഒരു അമലും അള്ളാഹു സ്വീകരിക്കുന്നില്ല. അമൽ ചെയ്തിട്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടും തീരാ നഷ്ടക്കാരായി പോയ വിഭാഗത്തെ പറ്റി സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താ കാരണം? ഒരു മനുഷ്യന്റെ ഇബാദത്ത്, എന്ത് സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനയുണ്ട്. എല്ലാത്തിനും നിബന്ധന ഉണ്ട്. ഏതാ നിബന്ധന ഇല്ലാത്ത? ദുനിയാവിന്റെ കാര്യത്തിന് നിബന്ധനല്ലേ? ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിബന്ധനല്ലേ? പോലീസിൽ അഡ്മിഷൻ കിട്ടിയ ശാരീരിക നിബന്ധനല്ലേ? ഏതാ നിബന്ധന ഇല്ലാത്ത? അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫർളും സുന്നത്തുമായ മുഴുവൻ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനയുണ്ട്. ഒന്ന്, തൗഹീദ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആരാധനയുടെ എല്ലാ വശങ്ങളും, അത് പ്രാർത്ഥനയാവാം, അത് നേർച്ചയാവാം, അത് തവക്കുലാവാം, അത് സത്യം ചെയ്യലാവാം, എന്തായാലും ശരി, അത് അള്ളാഹ്ക്ക് മാത്രമായി സമർപ്പിക്കാത്തവന്റെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. ഈ സദസ്സിനോട് ഞാൻ പ്രത്യേകിച്ച് പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ടതില്ല. സൂറത്ത് ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകത്ത് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് പരിശ്രമിക്കേണ്ട മുറപ്രകാരം അവൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, എന്തെങ്കിലും കുറെ കാട്ടിക്കൂട്ടല്ല. ജനങ്ങളെല്ലാവരും ചെയ്യുമ്പോ ഓല കൂടെ ഉണ്ടാവും, ജനങ്ങൾ ആരുമില്ലേ മൂപ്പരുമില്ല, അല്ല.
ആ പരലോകത്തിന്റെ ഗൗരവം അനുസരിച്ച്, പരലോകത്തിന്റെ ഭയാനകത അനുസരിച്ച്, പരലോക യാത്രയിൽ കണ്ടുമുട്ടേണ്ട കടന്നുപോകേണ്ട കടമ്പകളെ പറ്റി ബോധപൂർവ്വം മനസ്സിലാക്കി ഓരോ കടമ്പയിലും രക്ഷപ്പെടാൻ അള്ളാഹുവും റസൂലും എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു വെക്കാൻ പറഞ്ഞത് അത് ക്രമപ്രവൃത്തമായി സിസ്റ്റമാറ്റിക്കലായി ടൈം ടേബിളായി പ്രവർത്തിക്കുന്നവർ പോരാ. വഹുവ മുഅ്മിൻ, അള്ളാഹ് ചേർത്ത് പറഞ്ഞതാ, പറയാൻ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. വഹുവ മുഅ്മിൻ, അവൻ തൗഹീദുള്ളവനാണെങ്കിൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവന്റെ പരിശ്രമാണ് അള്ളാഹ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. വിശ്വാസവും ശരിയാവണം, കർമ്മവും ശരിയാവണം. കർമ്മം അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ശരിയാവണം. അല്ലെങ്കിലോ ഫജഅൽനാഹു ഹബാഅം മൻതൂറാ. പേസ്റ്റ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഉമിക്കരി ഉപയോഗിച്ചൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ആ ഉമിക്കരി കുറച്ച് കയ്യിലെടുത്തിട്ട് ഫു എന്ന് ഊതിയാൽ അത് പറന്നു പോകുന്നത് പോലെ ഈ മനുഷ്യന്റെ സകലമാന സൽക്കർമ്മങ്ങളും ധൂളികളായി പറന്നു പോകും. തൗഹീദില്ലെങ്കിൽ നിർബന്ധ. തൗഹീദ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്തവരുടെ തവക്കുൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു അംഗീകരിക്കാത്ത ശിർക്കാണെന്ന് പറഞ്ഞ ദുശ്ശകുന വിശ്വാസം തീറത്ത് അതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ മഴ പെയ്തു, എന്താ കാരണം? അത് കർക്കിടക മാസല്ലേ, അത് തുലാമാസല്ലേ? തുലാമാസം ആയത് അല്ല, അള്ളാഹു മഴ വർഷിപ്പിച്ചതാണ്. മുതിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അതാ പറയേണ്ടത്. അത് ഇന്ന് ഞാറ്റുവേലാണ്, ഇന്ന് വാവാണ്, അതുകൊണ്ട് മഴ പെയ്തു. തൗഹീദ് പോയി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്ന നക്ഷത്രം കൊണ്ട്, ഇന്ന രാശി കൊണ്ട് മഴ പെയ്തു എന്ന് പറയുന്ന വിശ്വസിക്കുന്നവൻ അവയിൽ വിശ്വസിച്ചു, എന്നിൽ അവിശ്വസിച്ചു എന്നാ ഒരു കർമ്മം ബാക്കി ഉണ്ടാവൂല. ഓനെ കണ്ട് പോയി ബസ് ഇട്ട് കിട്ടിയവുമില്ല, കഴിഞ്ഞി. ദുശകുനം. മുഹറം മാസം ദുശകുനം, റമദാൻ മാസത്തിലടക്കം ദുശകുനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ഇബാദത്തും നഷ്ടപ്പെട്ടു പോകും. ശിർക്ക് വരുന്ന വഴികൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോണ രംഗം സൂറത്തുൽ ബഖറയിലുണ്ട്. സഹോദരന്മാരെ, നമ്മളൊക്കെ പടച്ചോനെ മക്കൾ എവിടെങ്കിലും ഒന്ന് എത്തിയിട്ട് മരിച്ചാൽ മതി, നേടെത്തിയിട്ട് കൈ കെട്ടിച്ചിട്ട് അത്രോട് അതിനപ്പത്തില്ല. നമ്മൾ ആകെ പ്രാർത്ഥന എന്താ അറിയോ? മക്കളൊക്കെ ഒരു വൈക്കായിട്ട് മരിച്ചാൽ മതി. ഒരിക്കൽ എൻ്റെ ഭാര്യ പറഞ്ഞു എന്നോട്, നിങ്ങൾ ഇതിട്ടോ കെട്ടിക്കുമ്പോ മരിക്കരുത് കിട്ടുമോ? അതിന്റെ അർത്ഥം എന്താ? കെട്ടിച്ചാൽ മരിച്ചോളിന്നാ. കാരണം ഐറ്റങ്ങളെ കെട്ടിച്ചാൽ എന്റെ ആവശ്യം കഴിഞ്ഞു. സഹോദരന്മാരെ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതകരമായി ഖുർആൻ പറയുന്നു, അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണാസന്നമായപ്പോ പ്രവാചകരെ, താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നോ അല്ലെന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? ഉണ്ടാവേണ്ടിയിരുന്നു. അത്രയും വലിയൊരു പാഠം ഈ മുസ്ലിം ഉമ്മത്തിന് ലോകാവസാനം വരെ പകർന്നു കൊടുത്തിട്ടാണ് യാക്കൂബ് നബി വഫാത്തായി പോയത്. അദ്ദേഹം തന്റെ മക്കളൊക്കെ വിളിച്ചു എത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, കെട്ടിച്ചാട് വിട്ടണമെങ്കിൽ അയച്ചുകൾ വരുമ്പോ 10 രൂപ കൊടുക്കണം കേട്ടോ, നിങ്ങൾ തമ്മിൽ യോഗ്യത്തിൽ നിൽക്കണം കേട്ടോ എന്നല്ല പറഞ്ഞത്. ഞാൻ മരിച്ചു പോയാൽ കുട്ടികൾ എങ്ങനെ ജീവിക്കും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെന്താ ചോദിച്ചത്? മാ തഅബുദൂന മിൻ ബഅദി. അള്ളാഹു സ്വർഗത്തിന്റെ താക്കോലായി പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ആണിക്കല്ലായ തൗഹീദ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. മരിച്ചാൽ അത് നിലനിർത്തുമോ എന്നാ ചോദ്യം. ഞാൻ മരിച്ചാൽ ആരെ ആരാധിക്കും? ഖാലൂ, അവരെല്ലാവരും പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക്. നിങ്ങളും നിങ്ങളെ പൂർവ്വ പ്രവാചകന്മാരായ ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി ഒക്കെ പഠിപ്പിച്ച ആ ഏകനായ അള്ളാഹുവിന്റെ തൗഹീദിൽ ഉറച്ചു നിൽക്കും. നോക്കിങ്ങൾ, ഒരു മരിച്ചു പോണ ബാപ്പക്ക് അതാണ് ഏറ്റവും വലിയ പേടി. നമുക്കെന്താ പേടി? ആലോചിച്ച് നോക്കിങ്ങൾ. നമുക്ക് ദുനിയാവാണ് പേടി. അതോ ഇതാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യന്റെ അമൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദിൽ ഒരു കറയുണ്ടാവാൻ പറ്റൂല. 2, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെയാവണം. അതാണ് സുന്നത്ത്, പ്രവാചകന്റെ ചര്യ. പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആ രൂപം എന്താണ്? ആ എണ്ണ എത്രയാണ്? ആ സമയം എത്രയാണ്?
അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതായിരിക്കണം, അല്ലാത്തൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. നമ്മളെല്ലാ വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ നിസ്കാരത്തിൽ ഓതിയ സൂറത്തല്ലേ സൂറത്തുൽ ഗാശിയ. ഹൽ അതാക ഹദീസുൽ ഗാശിയ ഓതി വെക്കണ്ടി. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ. എന്താ അർത്ഥം? ആമിലത്തുൻ നാസിബ, അധ്വാനിച്ച് ക്ഷീണിച്ചവ, ഒന്നും ചെയ്യാത്തവരല്ല, എമ്പാടും ചെയ്തിക്കണ്. പക്ഷേ തസ്ലാ നാറൻ ഹമിയ, അവർ കത്തിയാളുന്ന നരകത്തിൽ കിടന്നെരിയും. എന്തേ സംഭവം? അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, പരിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ ഉള്ളതല്ല. പിൽക്കാലത്ത് ഓരോരുത്തരുണ്ടാക്കി കൂട്ടിക്കാട്ടി നല്ലതല്ലേ 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 ഇതിന്റെ പിന്നാലെ അങ്ങനെ പോയി പൈസയും ചെലവാക്കി സമയം ചെലവാക്കി അധ്വാനിച്ച് രാത്രി നേരം വെളുക്കണവരെ ഓതി പരലോകത്തെത്തി നോക്കുമ്പോ ഒന്നുമില്ല. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പ്രവാചകന്റെ സുന്നത്തിനോട് യോജിക്കണം. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. മിമ്പർ എന്തിനുള്ളതാ? നിസ്കരിക്കാനുള്ളതാ? അല്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കരിച്ച് വിടുന്ന മിമ്പർമെന്ന നിസ്കാരം പഠിപ്പിക്കാനുള്ളതാ. അത് നിസ്കാരം പഠിപ്പിക്കാനുള്ളതാ. നിസ്കരിച്ച് 2 റക്അത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബകൾക്ക് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. പറഞ്ഞു സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഇതാ ഞാനിപ്പോൾ നമസ്കരിക്കുന്നത് ഏത് രൂപത്തിലാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അതില് ഗുനൂത്തില്ലല്ലോ ഉണ്ടോ? ഇല്ല. നമ്മളോ അത് എവിടുന്ന് കിട്ടിയത്? ഓരോരുത്തരുണ്ടാക്കിയ നല്ലതല്ലേ, ഏതാ നല്ല അല്ലാത്തത്? ജുമുഅ നിസ്കാരത്തിൽ ഇത്രയും ആളുകൾ വന്നു. ജുമുഅ കഴിഞ്ഞിട്ട് ഒരാളിനോട് പറയാം ഒരു അടുക്കള 5 മിനിറ്റ്, ഏതായാലും നമ്മൾ ഇത്രയും ആൾ ഇവിടെ കൂടിയതല്ലേ, 2 റക്അത്ത് അല്ലല്ലോ പാക ജുമുഅ, അതിന്റെ ശേഷം 2 റക്അത്ത് കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ 27 കൂലി കിട്ടുന്ന റസൂൽ തന്നെ പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദിനെ പറഞ്ഞുള്ളൂ. നല്ലതല്ലേ? നല്ലതല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഹജ്ജിന് പോവാൻ പറഞ്ഞാൽ ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടേ പോന്നോളൂ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ വന്നു. അവരോടെല്ലാവരോടും ഹറമെന്ന ഒറ്റ സംസാരം, ഖുദൂ അന്നി മനാസികക്കും. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കണം. കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. അള്ളാന്റെ റസൂലിന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാന്റെ റസൂലിന് വല്ലതും കൂട്ടാനും കുറക്കാനും പറ്റുമോ? പറ്റൂല സഹോദരന്മാരെ. നിങ്ങൾ നോക്കൂ, അന്ത്യപ്രവാചകന്റെ സമുദായത്തിന്റെ ഖിബില കഅബയായിരിക്കുമെന്ന് പൂർവ്വവേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. പക്ഷെ അന്ത്യപ്രവാചകൻ വന്നിട്ടും കുറെ കാലം ബൈത്തുൽ മുഖദ്ദിസിലേക്കാ തിരിഞ്ഞത്. വേദഗ്രന്ഥം പഠിച്ച ആളുകൾ ഒരുപാട് ആള് ഇസ്ലാമിനോട് യോജിക്കാതെ മാറി നിൽക്കാൻ കാരണം അതായിരുന്നു. ഏത്? അന്ത്യപ്രവാചകനാണ് ഇയാളെങ്കിൽ ഇദ്ദേഹം അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞ പൂർവ്വവേദഗ്രന്ഥത്തിൽ പറഞ്ഞത് ഈ അന്ത്യപ്രവാചകൻ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, പക്ഷെ അദ്ദേഹം ബൈത്തുൽ മുഖദ്ദിസിലേക്കാ തിരിയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം അന്ത്യപ്രവാചകനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആഗ്രഹിച്ചതാ, പടച്ചോനെ ഒന്ന് ഖിബില മാറി കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ തിരിച്ചുള്ള നല്ലതല്ലേ. എത്രയോ ആൾ ഇസ്ലാമിലേക്ക് വരും. പറ്റൂല. അള്ളാഹ് പറയണം. അള്ളാഹ് പറഞ്ഞപ്പോഴാ തിരിഞ്ഞത്. അത് നിസ്കാരത്തിന്റെ ഇടയിലാ, കുഴപ്പമില്ല. ആ നിസ്കാരത്തിനാണ് തിരിഞ്ഞു. അങ്ങനെ മസ്ജിദുൽ ഖിബിലത്തൈൻ, 2 ഖിബിലയുടെ പള്ളി എങ്ങനെയാ ഇസ്ലാമിൽ ഉണ്ടായത്? അള്ളാന്റെ കൽപ്പന അല്ലാതെ അള്ളാന്റെ റസൂലിന് പോലും ഒരു സംഗതി ചെയ്യാൻ കഴിയൂല. മഖാമു ഇബ്രാഹിമിന്റെ അടുത്തുനിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. എന്തിന്? തവാഫ് കഴിഞ്ഞാൽ. അതെന്തിനാ? തവാഫ് കഴിഞ്ഞു എന്നതിന്റെ അടയാളം അതാ. ഇത് ആദ്യ കാലത്ത് ഉണ്ടായിരുന്നില്ല. തവാഫ് കഴിഞ്ഞാൽ നേരെ സഅയ് ചെയ്യും. സഅയ് ചെയ്ത് സംസം കൊടുക്കും, ഉംറ ചെയ്യും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരെ കഅബ, ഹജറുൽ അസ്വദ്, സഫ, മർവ ഇതൊന്നും മനുഷ്യന്മാരൊരിക്കലും മറക്കൂല. എന്താ? ഒരു ഇബാദത്തുമായിട്ട് അതിനൊക്കെ ബന്ധമുണ്ട്. ഹജറുൽ അസ്വദ് മുത്തിയിട്ടാണ് തവാഫ് തുടങ്ങുക, നമുക്കറിയാലോ. പക്ഷെ ഈ മഖാമു ഇബ്രാഹിം എന്ന നമ്മളെ വാപ്പ ആദർശ പിതാവ് ചവിട്ടി നിന്ന ഈ കല്ല്, ഈ ഒരു പുരാതന വസ്തു, ഈ അല്ലാഹു ആദരിച്ചൊരു സംഗതി കുറച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മറന്നു പോവല്ലോ പ്രവാചകരെ. എന്താ ഇതിനൊന്ന് ഏതെങ്കിലും ഒരു ഇബാദത്തുമായി ബന്ധപ്പെടുത്താൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ മൊയ്ലിയാമാരോട് ചോദിക്കേണ്ട ആവശ്യമല്ല. 2 റക്അത്ത് നിസ്കരിച്ചോളി, നല്ലതല്ലേ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഉമർ കാത്തക്ക് പടച്ചോൻ പറയട്ടെ, പറഞ്ഞില്ലേ?
മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇനി മുതൽ നിങ്ങൾ മഖാമു ഇബ്രാഹിം നമസ്കാരസ്ഥലമാക്കുക എന്ന് അള്ളാഹ് പറയാൻ കാത്തുന്നതിനാ? അള്ളാന്റെ ദീനാത് നമ്മളെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ കഴിയൂല. മനസ്സിലായോ? അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെയാണോ? കണിശമായി പരിശോധിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂൽ ഉലൂത്ത് എന്ന് പറഞ്ഞ മനുഷ്യന്റെ 9 കുത്തേറ്റിട്ടാൻ വെച്ചു. 1ഉം 2ഉം അല്ല, 9 കൊടല് മുറിഞ്ഞു പോയി സഹോദരന്മാരെ. പാല് കൊടുത്തു നോക്കി, അതിൽ കൊണ്ട് ഒലിച്ചു പോകുന്നു താഴത്തൂടിയെ. ജ്യൂസ് കൊടുത്തു നോക്കി, അതുകൊണ്ട് ഒലിച്ചു. അതിലർത്ഥം എന്താ അറിയോ? ജീവിക്കൂല. എല്ലാവരും കേട്ടറിഞ്ഞ് ഓടി വന്ന് ഉമറുള്ളാഹിനെ സന്ദർശിക്കുന്നുണ്ട്. വന്ന കൂട്ടത്തിൽ ഒരു സഹാബി തുമ്മിയാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് പറയണം. പക്ഷേ ഇദ്ദേഹം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നല്ലതല്ലേ? നല്ലതല്ലാത്തൊരു വാക്കയിലുണ്ടോ? അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പോ ഉമർ അള്ളാഹുവിന് മരിക്കാൻ കിടക്കുക സഹോദരന്മാരെ. അദ്ദേഹം പറഞ്ഞു പറയാൻ പാടില്ല. അള്ളാന്റെ റസൂല് അൽഹംദുലില്ലാഹ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നോമ്പല്ലേ, മിറാജ് അല്ലേ, നല്ലതല്ലേ? നല്ലതല്ല. നല്ലതും ചീത്തയും പഠിപ്പിക്കാനാ അള്ളാന്റെ റസൂൽ വന്നത്. മനസ്സിലായോ? അള്ളാന്റെ റസൂലിന്റെ സമ്മതല്ലാതെ ഒന്നും പറ്റില്ല. ഒരിക്കലൊരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, അയ്യുൽ ബിലാദി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അതിപ്പോ എന്തായാലും പള്ളി ആയിരിക്കുമല്ലോ. അതിപ്പോ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് പറഞ്ഞു അള്ളാഹ് റസൂൽ ഇല്ല, എനിക്കറിയില്ല എന്ന്. പള്ളിയാണ് നല്ലതെന്ന് റസൂൽക്ക് അറിയില്ലേ? അറിയില്ല. പറയാനും പറ്റൂല, അള്ളാന്റെ ഓർഡർ വേണം. അപ്പോ എനിക്കറിയില്ല. ശരി, അയാൾ പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വേറെ ഒരാവശ്യത്തിന് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിക്കാട്ടോ, അയ്യുൽ ബിലാദി അഹബ്ബു ഇലല്ലാഹ്, ജിബ്രീലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ജിബ്രീലിന് അറിയില്ലേ? ഇവരെന്താ പറഞ്ഞത്? എനിക്കറിയില്ല. അള്ളാഹ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹ് പറഞ്ഞു കൊടുക്കണം സഹോദര. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി വീണ്ടും മടങ്ങി വന്നു. അള്ളാഹ് പറഞ്ഞു കൊടുത്ത് വിട്ടു. പറഞ്ഞു കൊടുത്തു റസൂലിന്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്, ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്ഥലം അങ്ങാടിയാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തപ്പോ ആ ചോദ്യം ചോദിച്ച ആളെ വിളിച്ചിട്ട് നമ്മുടെ നേതാവ് പറഞ്ഞു കൊടുത്തു, പള്ളിയാണ് കേട്ടോ. ഇതാ ദീൻ. മനസ്സിലായോ? ഇതാണ് ദീൻ. അതാവണം. അതുകൊണ്ട് ആ ദീനുൽ ഇസ്ലാം ഇത്ര കൃത്യമായി ഇവിടെ നിലനിന്നത്. ലോകത്ത് ഏത് മത തുടങ്ങിയ കുളത്തിൽ ദുനിയാവുള്ളത്? എത്ര രൂപമാറ്റം വന്നു? ഇസ്ലാമിന് ഒരു ഭാവമാറ്റം വരില്ല. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കണം. ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടോ സഹാബികളെ നീ നമ്മൾ കാണുക, മരിച്ചു പോകുമ്പോ നമ്മളെ നേതാവ് പറഞ്ഞത്. നീ നമ്മൾ എവിടുന്നാ കാണുക? ഞാൻ ഹൗലിന്റെ അടുത്തുണ്ടാവും. എങ്ങനെ തിരിച്ചറിയല്? നമ്മളെ സഹാബികളെ തിരിച്ചറിയല് ജീവിതത്തിൽ കണ്ടിട്ട് നിൽക്കാം. നമ്മളാരും അള്ളാന്റെ റസൂലിനെ കണ്ടില്ലല്ലോ. ഇല്ല. എങ്ങനെ തിരിച്ചറിയല്? നമ്മുടെ ഉദൂവിന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന. അപ്പൊ ഉദൂവിന്റെ അവയവം പ്രകാശിക്കുമ്പോ അള്ളാന്റെ റസൂല് മാടി വിളിച്ചിട്ട് വെള്ളം എടുത്തു തരും. ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ കാര്യം എടുക്കാണ്ടാവൂല. വിശപ്പിനും ദാഹത്തിനും വേറൊരു വഴിയില്ല സഹോദരന്മാരെ. കിട്ടലും നിർബന്ധമാണ്, ഒരു സംശയമാർക്കും വേണ്ട. അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിങ്ങൾക്ക് വാരി കോരി കൊടുക്കുമ്പോ വുദൂവിന്റെ അവയവം പ്രകാശിക്കുന്ന ചില ആളുകളെ മലക്കുകൾ തടയുന്നു, അങ്ങോട്ട് വിടുന്നില്ല. വിശ്വാസം പറയൂ മലക്കളോട്, അതെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ, കടത്തി വിട്, ഒക്കെ ഞാൻ വെള്ളം കൊടുക്കട്ടെ. എന്താ മലക്കൾ പറഞ്ഞ മറുപടി? അള്ളാന്റെ റസൂലെ, നിങ്ങൾക്ക് അറിയില്ല എന്ത്? നിങ്ങൾ വഫാത്തായതിന്റെ ശേഷം മതത്തിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ അവരുണ്ടാക്കിയത്. നമ്മളെ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം എന്താ അറിയോ? റസൂലിന്റെ ദുനിയാവും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നമ്മൾ സലാത്ത് എഴുതുമ്പോൾ കാണും, മൗലൂദ് ഓതുമ്പോൾ കാണും, യാദവോണ കാണും, മീലാദ് ഷരീഫ് കാണുന്നല്ല നമ്മളെ വിശ്വാസം. ശിർക്കല്ലേ അത്? എന്താ റസൂലൊക്കെ മലക്കൾ പറഞ്ഞു കൊടുക്കണം? നിങ്ങൾ കണ്ടില്ല ഇനിയോ ഒരു ഉണ്ടാക്കിയെന്നല്ല ചോദിക്കണ്ടത്. നിങ്ങൾക്ക് അറിയില്ല. എന്താ അറിയാത്തത്? അള്ളാഹ് റസൂൽ വഫാത്തായി പോയി. എന്ത്? ദുനിയാവിൽ അവർ ദീനിൽ എന്തൊക്കെ പുതിയ ആചാരങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ ഷാല്ല ഇറ്റൾ എങ്ങനെ അറിയാതെ ഉണ്ടാക്കി, അങ്ങനെ കേറ്റി പിടി നല്ല. സുഹക്കൻ സുഹക്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഈ മതത്തിൽ പുതിയ ആചാരങ്ങൾ സൃഷ്ടിച്ച നിങ്ങൾക്ക് വിദൂരം വിദൂരമെന്ന് നമ്മളെ മുഖത്ത് നോക്കി നമ്മുടെ നേതാവ് പറയണമെങ്കിൽ നമ്മളോട് എത്ര വെറുപ്പുണ്ടാവും? ആലോചിച്ചു.
എത്ര സ്നേഹിച്ചാണ് നമ്മളെ റസൂൽ നമ്മളെ. നിങ്ങൾ ആലോചിക്കും, ഈ ഉമ്മത്തിനെ റസൂലിനെ സ്നേഹിച്ച മാതിരി ലോകത്തെ ഏതെങ്കിലും നേതാവ് അനുയായികളെ സ്നേഹിച്ചിട്ടുണ്ടോ? ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും ചോദിച്ച ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു ദുആ ഉണ്ട്. എല്ലാ പ്രവാചകന്മാരും ദുനിയാവിൽ അവരുടെ ഓരോ ആവശ്യത്തിന് വേണ്ടി ആ പ്രാർത്ഥന എടുത്ത് ഉദ്ധരിച്ചു പോയി. ആ ചാൻസ് കഴിഞ്ഞു. എത്ര സന്ദർഭം ഉണ്ടായിരുന്നു സഹോദരന്മാരെ, നമ്മളെ നേതാവിന് ആ പ്രാർത്ഥന എടുത്ത് ഉദ്ധരിക്കാൻ. കൊല്ലാൻ വീട് പറഞ്ഞിട്ടില്ലേ? കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണം കലർത്തിയിട്ടില്ലേ? നടന്നു പോകുന്ന വഴിയിൽ കുടി കുഴിച്ചു വെച്ചിട്ടില്ലേ? 27 യുദ്ധത്തിന് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ? ആ പ്രാർത്ഥന എടുത്ത് ഉദ്ധരിച്ചോ? ഇല്ല. ആ പ്രാർത്ഥന എന്റെ ഉമ്മത്തിന് ശുപാർശ പറയാൻ ഞാൻ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ അതേ നേതാവ് ആ ഉമ്മത്തിങ്ങൾ കടന്നു വരുമ്പോ സുഹക്കൻ സുഹക്കൻ ലിമൻ ബദ്ദല ബഅദി എന്ന് പറയണമെങ്കിൽ എത്ര ഗൗരവമുള്ള സംഗതിയാ. ആലോചിച്ച് നോക്കിങ്ങള്. അപ്പൊ അത്തരം ബിദ്അത്തുകൾക്ക് പ്രചാരം സിദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമസ്കാരം കൈകെട്ടുന്നത് മുതൽ നോട്ടം മുതൽ എല്ലാ സംഗതിയും അള്ളാന്റെ റസൂല് ചെയ്ത മാതിരിയാണോ എന്ന് പരിശോധിക്കണം. അതാണ് രണ്ടാമത്തെ നിബന്ധന. അല്ലാത്തൊരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. തൗഹീദുള്ള സുന്നത്തുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി യഥാർത്ഥ സത്യവിശ്വാസികളുടെ വിശ്വാസവും കർമ്മവും സ്വീകരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദ്വാനില്ലാഹ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ഇബ്ലീസ് എല്ലാ ദിവസവും രാവിലെ തൻ്റെ കൂട്ടാളികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. എല്ലാ സ്ഥാപനത്തിനും മൂപ്പർക്കുണ്ടിപ്പണി. കാരണം ഇതിങ്ങനെ ജനങ്ങളെങ്ങനെ തെറ്റി പ്രേരിപ്പിച്ച് കുറച്ച് പ്രയാസം ഉണ്ടല്ലോ ഇതിന്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യണം? മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കണം. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്. അപ്പോ പിന്നെ സൂറത്ത് സുമറിലെ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഖുർആൻ പാരായണത്തിൽ A+ കിട്ടിയ ആളാണ്. ഖുർആൻ പാരായണത്തിൽ A+ കിട്ടിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തന്നോട് അക്രമം കാണിച്ച എൻ്റെ അടിമകളെ, തെറ്റ് ചെയ്ത പാപികളായ അടിമകളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട, എല്ലാ പാപവും അള്ളാഹ് പൊറുക്കും. എന്തൊരു സന്തോഷം പ്രതീക്ഷ നൽകുന്ന ആയത്താലേ. ഈ ആയത്തിറങ്ങിയപ്പോ ഇബ്ലീസ് പറഞ്ഞു, പിന്നെ ഞാനിപ്പോ ഇതിനാ പണിക്ക് നിൽക്കുന്നത്. ഏത്? ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു മനുഷ്യനെ വളച്ചു കെട്ടി കൊണ്ടുപോയി എന്തെങ്കിലും കള്ളു പിടിപ്പിക്കുക, പെണ്ണ് പിടിപ്പിക്കുക ചെയ്ത് അയാൾ വേർന്നാൽ അള്ളാഹ് പുറത്തു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ പണിക്ക് മൂപ്പര് പണിഞ്ഞിപ്പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഏതായത്തിറങ്ങിയാലും ഞാൻ തോൽക്കൂല. കാരണം ഇനി അതിനേക്കാളും നല്ലൊരു വഴിയായിട്ടാണ് ഞാൻ വന്നത്. അതെന്താ? കള്ള് കുടിപ്പിക്കല്ല വേണ്ടത്. എന്താ? കള്ള് കുടിപ്പിച്ചോളി. കള്ള് കുടിച്ചോൻ ചിലപ്പോൾ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. വ്യഭിചരിച്ചവൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. ബിദ്അത്ത് ചെയ്തോനോ ഓം ചെയ്യുന്നത് പുണ്യകർമ്മം എന്ന് വെച്ചിട്ടാണ്. പടച്ചോനെ, ഞാൻ കഴിഞ്ഞ കൊല്ലം മൗലൂദ് ഓതിപ്പോ ഇത് ഏർക്കണെ പുറത്തേനെ ലോകത്താർ സമസ്തക്കാർ പറയോ? ഇല്ലല്ലോ. കാരണം ഓന്റെ കണക്കിന് എന്താണ്? അത് പ്രവാചക സ്നേഹ. അപ്പൊ ഇബ്ലീസ് തന്റെ അനുയായികളെ കൊണ്ട് നിർദ്ദേശം എന്താ അറിയോ? നിങ്ങൾ ബിദ്അത്ത് ചെയ്യിപ്പിച്ചോളിന്ന. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതെങ്കിലും പള്ളിയിൽ പറഞ്ഞോ? ഇല്ല. മീറാജ് നോമ്പ് പറഞ്ഞില്ലേ? ഇദ്ദേഹത്താൻ പട്ടിണി അറിഞ്ഞ അകത്ത് പോകും. പട്ടിണി അല്ലേ തന്നെ അകത്ത് പോകും. ഞാൻ പട്ടിണി നടക്കുക. ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്ത ഒരു മനുഷ്യൻ ഒരിക്കലും ഞാൻ ചെയ്തത് തെറ്റാന്ന് ചിന്തിച്ചിട്ട് തൗബ ചെയ്യൂല. അതുകൊണ്ട് ഇബ്ലീസ് തന്റെ അനുയായിയോട് പറഞ്ഞു, നിങ്ങൾ ഹറാമ് ചെയ്യിപ്പിക്കാതെ ബിദ്അത്ത് ചെയ്യിപ്പിച്ചോളി. ആ ഇബ്ലീസിന്റെ അനുയായികൾ മൗലൂദിന്റെ, റാത്തീബിന്റെ, ആണ്ടിന്റെ നേർച്ചയുടെ രൂപത്തിൽ ബിദ്അത്ത് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അറഫ മൈതാനിൽ വെച്ച് ഓതിയ ഒരു ആയത്തുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്ന് വരെ ദീൻ എന്താണോ അതാണ് ദീൻ. അതിലൊന്നും കൂട്ടാനും കുറക്കാനും നമ്മൾ പാടില്ല. ഞാൻ പറയുന്നത് ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, അമൽ ചെയ്തിട്ടും തീരാ നഷ്ടക്കാരായി പോയ ആളുകളിൽ ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് തൗഹീദ്, മറ്റൊന്ന് പ്രവാചകന്റെ ചര്യ. മൂന്നാമതൊന്നുകൂടി കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.